के इकाई 4 का पहला अध्याय पढ़ने वाले हैं। पहला अध्याय का नाम है नन्हा उल्लू। इससे पहले ज़रा चित्र देख लीजिए। चित्र में क्या क्या है देखिए। चित्र में एक लड़का है, उल्लू है और एक चिड़िया भी है और पत्थर है। चित्र में लड़का है, उल्लू है और चिड़िया भी है। इसके नीचे 2 पंक्तियाँ दिया है, देख सकते हैं आप। देखिए, पोती पड़ी पड़ी जगमुआ पंडित बहना कोई टाई अक्षर प्रेम का पढ़े सो पंडित होय। यह കബീർദാസ് का दोहे है। ഇത് കബീർദാസിന്റെ ഈരടികളാണ്. നോക്കാം നമുക്ക്. പോത്തി പടി പടി ജഗമുവ പണ്ഡിറ്റ് ബൈന കോയ്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പലരും വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവസാനം മരണത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അവരാരും യഥാർത്ഥ പണ്ഡിതർ അല്ല എന്നാണ് കബീർദാസ് ഇതിൽ പറയുന്നത്. ടായി അക്ഷർ പ്രേം കാ പടേ സോ പണ്ഡിത് ഹോയ്. ടായി എന്ന് പറഞ്ഞാൽ 2 അരയാണ്. പ്രേമം എന്ന ഈ 2 അക്ഷരം ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്ന ഈ 2 അക്ഷരം ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതർ എന്നതിൽ കബീർദാസ് ഈ ദോഹയിലൂടെ പറയാണ്. परिचय. माइक टेलर लेखक, चित्रकार, अध्यापक, गीतकार, शिल्पी आदि रूपों में मशहूर है. आपका जन्म 1936 अक्टूबर 8 को लॉस एंजलिस में हुआ. दी टीचर फ्रॉम ब्लैक लगून, दी लिटिल लीग फ्रॉम दी ब्लैक लगून आदि कई रचनाएं बच्चे के लिए की. മൈക്ക് ടേലറിൻ്റെ പ്രത്യേകത എന്താണ്? കുറേയേറെ മേഖലകളിൽ പ്രശസ്തനാണ് മൈക്ക് ടേലർ. ലേഖക്, ചിത്രकार, അധ്യാപക്, ഗീതकार, ശില്പി ആദി रूप में मशहूर है. ലേഖകൻ, ചിത്രകാരൻ, അധ്യാപകൻ, ഗാനരചയിതാവ്, ശില്പി എന്നീ മേഖലകളിൽ പ്രശസ്തനാണ്. आपका जन्म 1936 अक्टूबर 8 को लॉस एंजलिस में हुआ. അദ്ദേഹത്തിൻ്റെ ജനനം 1936 ഒക്ടോബർ 8 ലോസ് ആഞ്ചലസിലാണ്. ദി ടീച്ചർ ഫ്രം ബ്ലാക്ക് ലഗൂൺ, ദി ലിറ്റിൽ ലീഗ് ഫ്രം ദി ബ്ലാക്ക് ലഗൂൺ എന്നിവയാണ് പ്രശസ്തമായ രചനകൾ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. इस पाठभाग में माँ की ममता के बारे में कहा गया है कि कैसे वे अपने बच्चों के हर प्रश्न का उत्तर देकर उसका मन का हर उलझन को दूर करने का कोशिश करता है. इसमें बताया है कि नन्हा उल्लू 2 साल का हो जाता है. उसके मन में हर चीज़ के बारे में जानने की इच्छा है. यह प्रश्न के रूप में माँ से पूछता है. तो हम देखेंगे नन्हा उल्लू क्या क्या सवाल पूछता है अपनी माँ से. नन्हा उल्लू एक कहानी है. देखिए, जब वह 2 साल का हो गया तो नन्हा उल्लू ने सवाल पूछना शुरू किया. കുഞ്ഞു മൂങ്ങ, നന്നാ ഉല്ലു എന്ന് പറഞ്ഞാൽ ചെറിയ മൂങ്ങയാണ്, കുഞ്ഞു മൂങ്ങയാണ്. जब वह 2 साल का हो गया तो नन्हा उल्लू ने सवाल पूछना शुरू किया. കുഞ്ഞു മൂങ്ങ അവന് 2 വയസ്സായപ്പോൾ അവന് തൻ്റെ അമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. पूरी रात वह अपनी अम्मा के संग सितारों के नीचे बैठा रहता. രാത്രി മുഴുവനും അവന് തൻ്റെ അമ്മയുടെ ഒന്നിച്ച് നക്ഷത്രങ്ങളുടെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആസ്മാൻ മേ കിത്നാ സിതാരേ ഹേ उसने एक रात अम्मा से पूछा. ആകാശത്ത് എത്ര
ആകാശത്ത് എത്ര നക്ഷത്രങ്ങളാണുള്ളത് എന്ന് തൻ്റെ അമ്മയോട് ആ കുഞ്ഞുമൂങ്ങ ചോദിച്ചു. ബഹുസെ അമ്മാനെ ജവാബ് ദിയ, ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്ന് അമ്മ ആ കുഞ്ഞുമൂങ്ങയോട് പറഞ്ഞു. കിത്നെ നന്നാവുലിനെ ആസ്മാൻ കി ഓർ ദേഖ്തേ ഹുയെ പൂച്ച, എത്രയാണ് എന്ന് ആ കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുരാനെ ലഗി, അവൻ്റെ അമ്മ പുഞ്ചിരിച്ചു. തും ഗിൻ കർ ദേഖ്ലോ, നീ എണ്ണി നോക്ക് എന്ന് തൻ്റെ കുഞ്ഞോട് അമ്മ പറഞ്ഞു. एक दो तीन चार 101 102. जब सूरज निकला नन्ना उल्लू तब भी गिन रहा था. 1 2 3 4 101 102 ഇങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ 1001 1002 1001 1002 ഇങ്ങനെ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടേ ഇരുന്നു ആ കുഞ്ഞുമൂങ്ങ. कितने सितारे हैं आसमान में, अम्मा ने नन्ना उल्लू से पूछा. എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത് എന്ന് അമ്മ തൻ്റെ കുഞ്ഞിയോട് ചോദിച്ചു, ആ കുഞ്ഞുമൂങ്ങയോട് ചോദിച്ചു. ഇതനെ കി മേ ഗിൻ ഭി നഹി സക്ത, എത്രയാണെന്ന് എനിക്ക് എണ്ണാൻ പോലും പറ്റില്ല, അത്രയേറെ നക്ഷത്രങ്ങൾ ആ ആകാശത്തുണ്ട് എന്ന് കുഞ്ഞുമൂങ്ങ പറഞ്ഞു. നന്നാ ഉല്ലുനെ പലക്കെ ജപക്തി ഹുയെ കഹ, ആ കുഞ്ഞുമൂങ്ങ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. അപ്നാ സിർ പങ്കോമേ ചിപ്കർ, തൻ്റെ തല ചിറകുകൾക്കിടയിലാക്കി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അഗ്ലി രാത് നന്നാ ഉല്ലുനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖ, അടുത്ത രാത്രി വീണ്ടും ആ കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് നോക്കി. അമ്മ ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹെ, വീണ്ടും ആ കുഞ്ഞുമൂങ്ങ ചോദ്യം ചോദിച്ചു തൻ്റെ അമ്മയോട്. ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹെ, ആകാശം എത്ര ഉയരത്തിലാണുള്ളത് എന്ന് തൻ്റെ അമ്മയോട് ചോദിച്ചു. ബഹുത് ഊഞ്ച, ഒരുപാട് ഉയരത്തിലാണ് എന്ന് അമ്മ പറഞ്ഞു കുഞ്ഞുമൂങ്ങയോട്. എത്ര കിത്നാ ഊഞ്ച നന്നാ ഉല്ലുനെ ഫിർ പൂച്ച, എത്ര ഉയരത്തിലാണുള്ളത് എന്ന് വീണ്ടും ആ കുഞ്ഞുമൂങ്ങ തൻ്റെ അമ്മയോട് ചോദിച്ചു. ജാവോ ജാക്കർ ദേഖ്ലോ അമ്മാനെ കഹ, നീ പോയി നോക്കൂ എന്ന് തൻ്റെ കുഞ്ഞോട് അമ്മ പറഞ്ഞു. തോ നന്നാ ഉല്ലു ഊപ്പർ ആസ്മാൻ മേ ഉടാ, അപ്നെ പേട് സെ ബഹുത്ത് ഊപ്പർ, ആ കുഞ്ഞുമൂങ്ങ പറക്കാൻ തുടങ്ങി ഈ ആകാശം എത്ര ഉയരത്തിലാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്നെ പേട് സെ ബഹുത്ത് ഊപ്പർ, വഹ് ബാദലോൻ സെ ഊപ്പർ ഉഡ് രഹാ താ, തൻ്റെ താനിരിക്കുന്ന മരത്തിനേക്കാളും മുകളിൽ പറക്കാൻ തുടങ്ങി. വഹ് ബാദലോൻ സെ ഊപ്പർ ഉഡ് രഹാ താ, ആ മേഘങ്ങളുടെ ഇടയിൽ പറക്കാൻ തുടങ്ങി. लेकिन वह जितना ऊपर जाता आसमान और भी ऊपर चल जाता. പക്ഷെ അവൻ എത്ര ഉയരത്തിലേക്ക് പറക്കുന്നുണ്ടായിരുന്നോ ആകാശം വീണ്ടും അവനിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. तो कितना ऊंचा है आसमान, अम्मा ने पूछा, എത്ര ഉയരത്തിലാണ് ആകാശമുള്ളത് എന്ന് അമ്മ നന്നാ ഉല്ലുവിനോട് ചോദിച്ചു. इतना ऊंचा कि मैं उड़कर पहुंच ही नहीं सकता, നന്നാ ഉല്ലുവിനെ ജവാബ് ദിയ, എത്ര ഉയരത്തിലാണെന്ന് എനിക്ക് പറന്നെത്താൻ പോലും കഴിയാത്ത അത്ര ദൂരത്തിലാണ് ഉള്ളത് എന്ന് തൻ്റെ അമ്മയോട് മറുപടി നൽകി ഈ കുഞ്ഞുമൂങ്ങ. फिर उसने अपनी आंखें बंद की और झट से सो गया. വീണ്ടും അവന്
കണ്ണടച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. अगली रात नन्ना उल्लू ने समुद्र की लहरों की आवाज़ सुनी. അടുത്ത രാത്രി അവന് സമുദ്രത്തിൻ്റെ തിരമാലകളുടെ ശബ്ദം കേട്ടു. समुद्र में कितनी लहरें हैं? उसने अम्मा से पूछा. സമുദ്രത്തിൽ എത്ര തിരമാലകളാണുള്ളത് എന്ന് തൻ്റെ അമ്മയോട് ചോദിച്ചു ഈ കുഞ്ഞുമൂങ്ങ. ബഹുസി അമ്മ ബോലി, ഒരുപാട് തിരമാലകളുണ്ട് എന്ന് അമ്മ പറഞ്ഞു. കിത്നി നന്നാ ഉല്ലുനെ ഫിർ പൂച്ച, എത്രയാണുള്ളത് എന്ന് വീണ്ടും കുഞ്ഞുമൂങ്ങ ചോദിച്ചു. ജാവോ ജാക്കർ ഗിൻലോ, അമ്മാനെ ജവാബ് ദിയ, പോയി എണ്ണി നോക്ക് എന്ന് അമ്മ മറുപടി നൽകി. നന്നാ ഉല്ലു ഉടുക്കാർ സമുദ്ര കെ കിനാരെ ആ പഹുഞ്ച. കുഞ്ഞുമൂങ്ങ പറന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ കരയിലേക്ക് എത്തി. വഹ ഗിന്നെ ലഗ, അവന് എണ്ണാൻ തുടങ്ങി. 1 2 3 11 12 13, 1 2 3 11 12 13, 1001 1002, 1001 1002. और जब सूरज निकला तो उसने देखा कि समुद्र अब भी लहरों से भरा हुआ है. സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കും സമുദ്രത്തിൻ്റെ തിരമാലകൾ കൂടി जब सूरज निकला तो उसने देखा कि समुद्र अब भी लहरों से भरा हुआ था. സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കും സമുദ്രം തിരമാലകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വഹ അമ്മാക്ക് പാസ് ലോട്ടായ, തിരിച്ചവന് തൻ്റെ അമ്മയുടെ അടുത്തെത്തി. തോ കിത്നി ലഹർ ഹേ സമുദ്ര മേ, അമ്മാനെ പൂച്ച, എത്ര തിരമാലകളാണ് സമുദ്രത്തിലുള്ളത്? അമ്മ ആ കുഞ്ഞുമൂങ്ങയോട് ചോദിച്ചു. ഇതിനേക്ക് മേ ഗിൻ ബി നഹി സക്ത, എത്രയാണെന്ന് എനിക്ക് എണ്ണി നോക്കാൻ പോലും പറ്റിയില്ല, അത്രയേറെ തിരമാലകളുണ്ട് എന്ന് തൻ്റെ അമ്മയോട് കുഞ്ഞുമൂങ്ങ പറഞ്ഞു. നന്നാ ഉള്ളു ആങ്കെ മിശ്മിച്ചാത്തെ ഹുയെ ബോല. नेक्स्ट पेज. अगली रात नन्ना उल्लू ने अपनी अम्मा से पूछा. അടുത്ത രാത്രി വീണ്ടും കുഞ്ഞുമൂങ്ങ തൻ്റെ അമ്മയോട് ചോദിച്ചു. സമുദ്ര കിത്നാ ഗഹരാ ഹെ, സമുദ്രം എത്ര ആഴത്തിലാണുള്ളത് എന്ന് ചോദിച്ചു. ബഹുത് ഗഹര അമ്മ ബോലി, അമ്മ പറഞ്ഞു, ഒരുപാട് ആഴമുണ്ട് സമുദ്രത്തിന് എന്ന് അമ്മ ആ കുഞ്ഞുമൂങ്ങയോട് പറഞ്ഞു. കിത്നാ ഗഹര നന്നാ ഉല്ലുവിനെ പൂച്ച, എത്ര ആഴമുണ്ട് എന്ന് വീണ്ടും കുഞ്ഞുമൂങ്ങ ചോദിച്ചു തൻ്റെ അമ്മയോട്. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി. ലഗ്ഭഗ് ഉത്നാ ഹി ഗഹരാ ഹെ ജിത്നാ ഊഞ്ച ആസ്മാൻ ഹെ, അമ്മ ബോലി, എത്രയാണെന്ന് വെച്ചാൽ ആകാശം എത്ര ഉയരത്തിലാണോ ഉള്ളത് അത്രയേറെ ആഴമാണ് ഈ സമുദ്രത്തിനുള്ളത് എന്ന് അമ്മ കുഞ്ഞുമൂങ്ങയോട് പറഞ്ഞു. നന്നാ ഉള്ളു ഊപ്പർ ദേഖ്നെ ലഗ, കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. വഹ് പൂരി രാത് പേട് പർ ബൈഠാ രഹ, ആ ദിവസം മുഴുവൻ അവന് മരത്തിലിരുന്നു. आसमान और सितारों के बारे में सोचता रहा, ആകാശത്തിൻ്റെതും പിന്നെ ആ നക്ഷത്രങ്ങളുടെ കുറിച്ചും ആലോചിക്കാൻ തുടങ്ങി. സമുദ്ര ഓർ ലഹരോं के बारे में सोचता रहा, സമുദ്രത്തിൻ്റെയും അതിൻ്റെ തിരമാലകളുടെ കുറിച്ചും ആലോചിക്കാൻ തുടങ്ങി. जो भी उसने अम्मा से सीखा था उसके बारे में सोचता रहा, അമ്മയിൽ നിന്ന് അവന് എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെ അവന് ആലോചിക്കാൻ ചിന്തിക്കാൻ തുടങ്ങി.
जैसे ही सूरज निकला नन्हा उल्लू अम्मा की ओर मुड़ा और बोला സൂര്യൻ ഉദിച്ചപ്പോൾ കുഞ്ഞുമൂങ്ങ അമ്മയുടെ അടുത്ത് തിരിഞ്ഞു നിന്ന് ചോദിച്ചു മേ തുംസെ പ്യാർ കർത്താ ഹൂ അമ്മ. അമ്മയോട് കുഞ്ഞുമൂങ്ങ പറഞ്ഞു അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ എന്ന് കുഞ്ഞുമൂങ്ങ അമ്മയോട് പറഞ്ഞു. കിത്ന അമ്മാനെ പൂച്ച. എത്രയാണ് എന്ന് അമ്മ ചോദിച്ചു ആ കുഞ്ഞുമൂങ്ങയോട്. ബഹുത്ത് നന്നാ ഉള്ളു ബോല. ഒരുപാട് എന്ന് കുഞ്ഞുമൂങ്ങ അമ്മയോട് പറഞ്ഞു. नन्हा उल्लू ने एक पल सोचा और अम्मा के गले लग गया. ഒരു പ്രാവശ്യം കുഞ്ഞുമൂങ്ങ ചിന്തിച്ചു, പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആസ്മാൻ ജിത്നാ ഊഞ്ചാ ഹൈ और സമുദ്ര ജിത്നാ ഗഹ്റാ. ആകാശം എത്ര ഉയരത്തിലാണ് ഉള്ളത്, സമുദ്രം എത്ര ആഴത്തിലാണ് ഉള്ളത്, അത്രയേറെ ഇഷ്ടമാണ് എന്ന് കുഞ്ഞുമൂങ്ങ അമ്മയോട് പറഞ്ഞു. മേ തുംസെ ഉത്നാ പ്യാർ കർത്താ ഹൂ അമ്മ. ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നു അമ്മ എന്ന് കുഞ്ഞുമൂങ്ങ പറഞ്ഞു. അമ്മാനെ നന്ന ഉള്ളൂക്കോ ടാംപ് ലിയ. അമ്മ ആ കുഞ്ഞുമൂങ്ങയെ ചേർത്ത് പിടിച്ചു. തും കിത്നി ബാർ ഗലെ ലഗാओगी മുझे നന്ന ഉള്ളൂനെ പൂച്ച. നീ എത്ര പ്രാവശ്യം എന്നെ കെട്ടിപ്പിടിക്കും എന്ന് കുഞ്ഞുമൂങ്ങ അമ്മയോട് ചോദിച്ചു. ബഹുത് ബാർ അമ്മാനെ ഫിർസെ ഗലേസെ ലഗാ ലിയ. ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിച്ചു തൻ്റെ കുഞ്ഞെ. കിത്നി ബാർ നന്ന ഉള്ളൂനെ ഊന്തത്തെ ഹുയെ പൂച്ച. എത്ര പ്രാവശ്യം എന്ന് കുഞ്ഞുമൂങ്ങ ഉറക്കം തൂങ്ങിക്കൊണ്ട് ചോദിച്ചു. ജിത്നി ലഹർ ഹേ സമുദ്ര മേ ജിത്നെ താരേ ഹേ ആസ്മാൻ മേ ഉത്നി ബാർ. എത്ര തിരമാലകളാണോ സമുദ്രത്തിലുള്ളത് അത്രയും പ്രാവശ്യം, എത്ര നക്ഷത്രങ്ങളാണോ ആകാശത്തിലുള്ളത് അത്രയും പ്രാവശ്യം എന്ന് കുഞ്ഞുമൂങ്ങയോട് അമ്മ പറഞ്ഞു. तो हम अगली कक्षा में फिर मिलेंगे. धन्यवाद.